എന്തുണ്ട്, സുഖമല്ലേ? സോ നമ്മള് തുടങ്ങി, ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫുൾ സ്വിംഗിലേക്ക് പോകുന്നു. ഫൗണ്ടേഷൻ ഫീഡ്ബാക്ക് ഫോം തന്നില്ലേ നിങ്ങൾക്ക് ഇന്ന്? നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ എഴുതണം. അത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് എല്ലാവരും ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രശ്നം എന്ത് ചെയ്യും, നമ്മൾ വൈകുന്നേരത്തോടു കൂടി തന്നെ അതിനുള്ള സൊല്യൂഷൻ കാര്യങ്ങൾ എടുക്കും. മാക്സിമം നിങ്ങളുമായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇന്നലെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയത്. DPP കിട്ടിയില്ലേ ഫൗണ്ടേഷന്റെ DPP ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് എടുത്തേ. ഓരോ സബ്ജക്റ്റിലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. ബയോളജി കുറവാണ് എങ്കിലും ഫിസിക്സ് കെമിസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ. ഇപ്പൊ കെമിസ്ട്രിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക് ഓർഗാനിക് കുറവായിരിക്കും, ഓർഗാനിക്കിലുണ്ട്, ഇപ്പൊ പ്യൂരിഫിക്കേഷനിലുണ്ട്. പക്ഷെ ഫിസിക്കൽ കെമിസ്ട്രി കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 70% ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഇക്വേഷൻ ഇടാൻ അറിയാം, കണക്ക് എഴുതാൻ അറിയാം, ഇട്ടുകൊടുക്കാനും ഒക്കെ അറിയാം. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാന പോയിന്റിൽ സ്റ്റക്ക് ആവും. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് പലർക്കും നെഗറ്റീവ് മാർക്കിങ്ങോ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ ഫണ്ടമെന്റൽസ് പഠിക്കുന്നത്. അതായത് റൂട്ട് ഡിവൈഡ് ചെയ്യുക, റൂട്ട് ആഡ് ചെയ്യുക, ഇതൊക്കെ 8, 9, 10 പഠിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ബേസിക്സ് ഉണ്ടാകാന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് എഴുതും. അതുകൊണ്ടാണ് ഇതിന് ഓൺലൈൻ ഡേ ഇല്ല, ഓഫ്ലൈൻ ഡേ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുക എന്നുള്ള മാത്രമാണ്. ഇനി ഇതുപോലെ തന്നെ ഇത്രയും ഉള്ള ബുക്കുകളാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു സബ്ജക്റ്റിൽ 10ഓളം ബുക്കുകൾ ഉണ്ടാവും. ഇതുപോലെ ബുക്കിലെട്ടുകളായിട്ടല്ല ഇത്തവണ നമ്മൾ ബുക്കുകളായിട്ടാണ്. കാര്യം നമ്മൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം കളേർഡ് ആയിട്ട് തന്നെയാണ് മെറ്റീരിയൽ ഉണ്ടാവുക. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓൺലൈൻ ഡേയില് കണ്ടു പഠിച്ചിട്ട് പിറ്റേ ദിവസം വരിക എന്നുള്ള പ്രോസസ് ചെയ്യാം. ആദ്യം അത് മെന്റർ ചെക്ക് ചെയ്യും, രണ്ടാമത് ക്ലാസ് ടീച്ചേഴ്സ് വരും, മൂന്നാമത് ഞാനും വരും. ഇതിനകത്ത് ഈ എൻട്രൻസ് പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്താണെന്നറിയാം നിങ്ങൾക്ക്? എൻട്രൻസ് കിട്ടാൻ വേണ്ടി കൺസിസ്റ്റൻസി. അതിനെ കുറച്ചും കൂടെ ഞാൻ നല്ല വാക്കിൽ പറഞ്ഞ കൺസിസ്റ്റൻസി ഇൻ ദ സെൻസ് ചിലപ്പം മാർക്കിലെ കൺസിസ്റ്റൻസി ആയിരിക്കും എല്ലാവരും ഉദ്ദേശിക്കുക. അതിനേക്കാൾ കൂടുതൽ വേണ്ട ഒരു ഹാബിറ്റ് ആണ്, അല്ലേ? ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ 700+ സ്കോർ ചെയ്ത് ഒരു ദിവസം പോലും അവധി എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം, ഒരു സിംഗിൾ ഡേ അവധി എടുത്തിട്ടില്ല. നിങ്ങളെ പോലെ +2 കഴിഞ്ഞ ഉടനെ ഒരു വർഷം കൊണ്ട് 700+ സ്കോർ ചെയ്ത ആളാ. കഴിഞ്ഞ തവണ പകുതി മാർക്കേ ഉള്ളൂ, അതിന്റെ പകുതിയിൽ താഴെ മാർക്കേ ഉള്ളൂ. പക്ഷെ ഈ വർഷം കൊണ്ട് എന്ത് ചെയ്തു, 700+ എത്തിയെന്ന് പറഞ്ഞാൽ ആ ഹാബിറ്റ് ഉണ്ടായിരുന്നു കൃത്യമായി പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു വർഷം കഷ്ടപ്പെടാൻ തയ്യാറായ ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടാകുള്ളൂ. റെഡിയാണോ? യെസ് ഓർ നോ? ഇന്നലെ നദീം എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നു. അവൻ +2 കഴിഞ്ഞ് വോളിബോൾ കളിക്കാൻ പോയി, 3 വർഷം ഗ്യാപ്പ് എടുത്ത ആളാ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസും ഇല്ല. അവൻ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് അവൻ പറഞ്ഞു ഇത് ഏകദേശം അവനൊരു 6 തവണയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വർഷത്തെ DPP റിവൈസ് ചെയ്ത്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന ഒരു 15 തവണയെങ്കിലും വായിക്കണമെന്നാ ഒരു ആവറേജ് സ്റ്റുഡന്റ് DPP ഈ വർഷം 15 തവണയെങ്കിലും. ഇത് 15 തവണ നിങ്ങൾ വായിക്കാൻ തയ്യാറായാൽ അടുത്ത തവണ റിസൾട്ടാ. ഇതിൽ നിന്നല്ലാണ്ട് ഒരു ചോദ്യവും വന്നിട്ടില്ല. ഇതിന്നേ ക്വസ്റ്റ്യൻ വരും, ഇതിലെല്ലാ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഉണ്ട്. കാര്യം ഇതിനകത്ത് ഒരു ചാപ്റ്ററിന് 100-200 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ വർഷം ഒരു ചോദ്യം ചോദിച്ചാൽ ബാക്കി അടുത്ത വർഷം ചോദിക്കാൻ 199 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. അതില് ആ 200 ചോദ്യം ചുമ്മാ ഓർഡർ തന്നിരിക്കല്ല, അത് കൃത്യമായ ഓരോ ടോപ്പിക്കിന്റെ അടിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, പ്ലേസ് ചെയ്ത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഏത് ചോദ്യം വരും, അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഓർത്തു വെക്കുക, ഇവിടെ വേണ്ടത് നോളജിനപ്പുറത്തേക്ക് എന്താണ്, ഹാബിറ്റ്. അതനുസരിച്ച് ഫോളോ ചെയ്യുക, തകർക്കുക, മുമ്പോട്ട് പോവുക. റെഡിയല്ലേ? യെസ് ഓർ നോ? ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കുക. താങ്ക് യു. ബൈ.